या कुन्दे तुषारहारधवलां या शुभ्रवस्त्रावृतां या वीणवरदण्डमण्डिताकरां या श्वेतपद्मासनां या ब्रह्मच्युतशङ्करप्रभृतिभिर्देवैः सदा पूजितां सा मां पातु सरस्वती भगवती निशेषजाढ्यापहा। नमिक्युविं सहजरे नियतमी गुरुपादं നമുക്കിതിൽ പരം ദൈവം നിലക്കിലുണ്ടോ ഗുരുവര്യനിതുപോലെ ലഭിക്കുമോ കുലത്തിന് ഗുരുഭക്തിയില്ലാതാക്കും കുശലമാമോ ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്യുഷാവഹൈ ഓം ശാന്തി ശാന്തി ശാന്തി. ബഹുമാനപ്പെട്ട SNDP ശാഖാ ഭാരവാഹികളെ, പോഷക സംഘടനാ പ്രവർത്തകരെ, മറ്റ് SNDP പ്രവർത്തകരെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അമ്മമാരെ, പിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ പേര് മിനു. അച്ഛൻ ശ്രീ AN രാജൻ, ഇവിടുത്തെ കുറുമശ്ശേരി SNDP ശാഖയുടെ പ്രസിഡൻ്റാണ്. അമ്മ ശ്രീമതി രജനി രാജൻ, കുറുമശ്ശേരി വനിതാ സംഘത്തിൻ്റെ പ്രസിഡൻ്റാണ്. ഭർത്താവ് നിധു, 2 മക്കളുണ്ട്. ഞാൻ തപാൽ വകുപ്പിലാണ് ജോലി ചെയ്യുന്നത്. ഇന്നിവിടെ നിങ്ങളെ കാണുവാനും ഗുരുവിനെക്കുറിച്ച് 2 വാക്ക് പറയുവാൻ സാധിക്കുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ്റെ 98ാമത് മഹാസമാധി ദിനാചരണത്തോടനുബന്ധിച്ചാണ് നാം എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ പരമഗുരുവിനെ അറിയാനും ശ്രവിക്കാനും നമുക്ക് ശ്രമിക്കാം. ശ്രീനാരായണ ഗുരുദേവൻ 1855 ഓഗസ്റ്റ് മാസം 28-ാം തീയതി ചെമ്പഴന്തി വയൽവാരം ഭവനത്തിൽ മാടനാശാൻ്റെയും കുട്ടിയമ്മയുടെയും മകനായിട്ടാണ് തിരുവവതാരം ചെയ്തത്. അന്ന് ഒരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു. പ്രഭാതത്തിലായിരുന്നു ജനനം. ജനിക്കുമ്പോൾ തന്നെ ഒരു സവിശേഷതയുണ്ട്. ആ സവിശേഷത നമുക്കെല്ലാവർക്കും അറിയാം. കരയാതെയുള്ള ജനനം. ഒരു കുഞ്ഞ് ജനിച്ചു എന്ന് ലോകമറിയുന്നത് ആ കുഞ്ഞിൻ്റെ നിലവിളി കേട്ടുകൊണ്ടായിരിക്കും. എന്നാൽ ഇവിടെ ഗുരു കരഞ്ഞില്ല. പൊക്കിൾ കൊടി മുറിച്ചപ്പോൾ കരഞ്ഞില്ല. വിശപ്പിന് വേണ്ടി കരഞ്ഞില്ല. ദാഹത്തിന് വേണ്ടി കരഞ്ഞില്ല. സാധാരണ മനുഷ്യരെ പോലെ അവിടുന്ന് പ്രാകൃതനായി കരഞ്ഞതേയില്ല. ഇങ്ങനെ കരഞ്ഞ് ജീവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിലേക്ക് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ദൂതനായി മഹാപ്രവാചകനായിട്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ തിരുവവതാരം ചെയ്തത്. ബാല്യത്തിൽ തന്നെ സംസ്കൃതം, മലയാളം, തമിഴ് എന്നീ 3 ഭാഷകളിൽ അഗാധമായ പാണ്ഡിത്യം നേടി. അതിനുശേഷം കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ച് അവിടെ നാണുവാശാനായി. ഏതാണ്ട് ഒരു 25 വയസ്സ് പ്രായമായപ്പോൾ ഗുരുവിനെ കുടുംബ ജീവിതത്തിലേക്ക് നയിക്കുവാൻ, ലൗകിക ജീവിതത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി വീട്ടുകാർ ഒരു തീരുമാനമെടുത്തു. അന്നത്തെ സമ്പ്രദായമനുസരിച്ച് അന്ന് കാളിയമ്മ എന്നു പേരുള്ള ഒരു സുന്ദരിയായ ഒരു യുവതിയെ വീട്ടിലേക്ക്, ചെമ്പഴന്തി ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. എന്നാൽ അവിടുന്ന് വിവാഹബന്ധത്തിൽ കുടുങ്ങിയില്ല. കാളിയമ്മ
ചെമ്പഴന്തിയിൽ എത്തുന്നതിന് മുൻപേ തന്നെ അവിടം വിട്ട് ഇറങ്ങിയ നാരായണൻ ഭാരതമൊട്ടാകെ സഞ്ചരിച്ച് മരുത്വാമലയിലെ പിള്ളത്തടം ഗുഹയിൽ ഏകാന്ത ധ്യാനത്തിൽ ഏകാന്തവാസിയായി കഴിഞ്ഞു. ഏതാണ്ട് ഒരു 5 വർഷക്കാലം ഈ തപസ് നീണ്ടു. ആ തപസ്സിൽ ഗുരുവിന് കൂട്ടായി ഉണ്ടായിരുന്നത് 2 പുലികളും 1 പാമ്പുമായിരുന്നു. ഈ 2 പുലികളും ഗുരുവിൻ്റെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങും. പാമ്പ് ശരീരത്തിൽ ചുറ്റിക്കിടഞ്ഞ് കിടക്കും. അങ്ങനെ ഈ 5 വർഷത്തെ തപസ്സിനൊടുവിൽ ഗുരുവിന് ഈശ്വര സാക്ഷാത്കാരം ലഭിക്കുന്നു. തീരെ ചെറുപ്പത്തിൽ തന്നെ, കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ, പഠിക്കുന്ന കാലയളവിൽ ഗുരുവിന് ഈശ്വര സാക്ഷാത്കാരം ലഭിക്കുകയുണ്ടായി. അന്ന് വാരണാപ്പള്ളിയിലായിരുന്നു. അന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഈശ്വര സാക്ഷാത്കാരമാണ് ലഭിച്ചത്. ആ ഒരു സമയത്ത് നാരായണനും കൃഷ്ണനും ഒന്നായി തീരുകയാണ്. ഇവിടെ പിള്ളത്തടം ഗുഹയിലെ ഈ തപസ്സിൽ സുബ്രഹ്മണ്യ ഭഗവാനെ നേരിട്ട് സാക്ഷാത്കരിക്കുകയും സുബ്രഹ്മണ്യനുമായി താതാത്മ്യം പ്രാപിക്കുകയും ചെയ്യുന്നു. അതുപോലെ എല്ലാ ദേവീ ദേവന്മാർക്കും ദേവനായ പരമശിവനെയും സാക്ഷാത്കരിക്കുന്നു. അങ്ങനെ ശിവനുമായി താതാത്മ്യം പ്രാപിക്കുന്നു. അങ്ങനെ ശിവതത്വമായി മാറുന്നു. ശിവന്റെ താണ്ഡവ നൃത്തത്തിൽ നാരായണനും താണ്ഡവമാടുന്നു. നാരായണൻ പൂർണ്ണമായും ശിവതത്വമായി മാറുന്നു. ആ തപസ് അവിടം കൊണ്ട് അവസാനിച്ചില്ല. പിന്നെയും ആ തപസ് നീണ്ടു. ഗുരുവിൻ്റെ ഒരു സങ്കല്പം എന്തായിരുന്നു എന്ന് വെച്ചാൽ, താനും ഈശ്വരനും ഒന്നായി തീരണം. ദൈവമേ നിനക്ക നീയും ഞാനും ഒന്നു തന്നെയെന്ന് കൈവരുന്നതിനി തന്നെ അടിയനില്ല കാക്ഷിതം. ദൈവത്തെ കാണണമെന്നല്ല, ദൈവത്തെ തൊടണമെന്നല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടണമെന്നല്ല, ദൈവത്തിനോട് വരം ചോദിക്കണമെന്നല്ല, ദൈവമേ ഞാനും നീയും ഒന്നായി തീരണം എന്നായിരുന്നു ആ സങ്കല്പം. ആ തപസ്സിൻ്റെ ലക്ഷ്യം അതായിരുന്നു. ആ തപസ്സിനൊടുവിൽ, ആ തപസ്സിൻ്റെ ആ മാന്ത്രിക വലയത്തിൽ, ആ ദൈവചിന്തയിൽപ്പെട്ട് ഗുരു അവസാനം ഈശ്വര സത്തയായി മാറുന്നു. പരിപൂർണമായി ഈശ്വരനായി മാറുന്നു. അതായത് ഉപ്പുകൊണ്ട് നിർമ്മിച്ച ഒരു പാവ വെള്ളത്തിലേക്കിട്ടാൽ അത് പൂർണ്ണമായും വെള്ളമായി തീരുന്നത് പോലെ നാരായണൻ അവിടെ പൂർണ്ണമായും ഈശ്വരനായി മാറുന്നു, ഈശ്വര സത്തയായി മാറുന്നു. ആത്മവിലാസം എന്ന കൃതിയിൽ ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. പദ്യത്തിൽ എഴുതിയാൽ മനസ്സിലാകാത്തവർക്ക് പച്ച മലയാളത്തിൽ ഗദ്യരൂപത്തിലാണ് ആത്മവിലാസം എന്ന കൃതിയിൽ ഇതിനെപ്പറ്റി പരാമർശിച്ചിരിക്കുന്നത്. ഇത് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഒരു കുളം ഒഴുകി ഒഴുകി ഒരു തടാകമാകുന്നു. അത് പിന്നെയും ഒഴുകി പുഴയാകുന്നു. വീണ്ടും ഒഴുകി കടലാകുന്നു. അങ്ങനെ ഒഴുകി ഒഴുകി ഒരു വലിയ ജലാശയമാകുന്നു. ഇപ്പോൾ ആ പഴയ കുളം എവിടെ? ആ പഴയ കുളത്തിൻ്റെ ഉണ്മ നഷ്ടപ്പെട്ടിട്ടാണ് ഒരു വലിയ ജലാശയമായത്. അതുപോലെ ഇവിടെ നാരായണൻ്റെ ഉണ്മ നഷ്ടപ്പെടുന്നു. നാരായണൻ പൂർണ്ണമായും ഈശ്വര സത്തയായി മാറുന്നു. ബുദ്ധമതത്തിൽ ഇതിനെ ബോധോദയം എന്നാണ് പറയുന്നത്. കാരണം സിദ്ധാർത്ഥൻ കൊട്ടാരം വിട്ട് ഇറങ്ങി ഈശ്വരാന്വേഷണങ്ങൾക്കൊടുവിൽ അവസാനം ബുദ്ധനായി മാറുന്നു. അതുപോലെ 10-12 വയസ്സിൽ അപ്രത്യക്ഷനായ ഇമ്മാനുവൽ എന്ന ബാലൻ പിന്നീട് 18 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചെത്തുമ്പോൾ യേശുവായി മാറുന്നു, അഥവാ ക്രിസ്തുവായി മാറുന്നു. ക്രിസ്തു എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിഞ്ഞവൻ എന്നാണ് അർത്ഥം. അതുപോലെ അറേബ്യയിലെ മുഹമ്മദ് ഈശ്വരാന്വേഷണങ്ങൾക്കൊടുവിൽ അള്ളാഹുവിനെ അറിഞ്ഞതിന് ശേഷം നബിയായി മാറുന്നു. ഇതേ ഒരു പാരമ്പര്യത്തിൽ ഇവിടെ ജീവിച്ച നമ്മുടെ ശ്രീനാരായണ ഗുരുദേവനും ഈ ഭാരതമൊട്ടാകെ സഞ്ചരിച്ച് തപസ് ചെയ്ത് ഈശ്വര സത്യമായി മാറുന്നു, ഒരു ഈശ്വരനായി മാറുന്നു. അപ്പോൾ നമ്മൾ ശ്രീനാരായണ ഗുരുദേവനെ ഒരു ഈശ്വര തുല്യനായാണ് നമ്മൾ കാണേണ്ടത്, ഒരു ദൈവമായിട്ടാണ് കാണേണ്ടത്. ആരാണ് ദൈവം?
ദിവ് എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ദൈവം എന്ന പദം ഉണ്ടായത്. ദിവ് എന്ന് പറഞ്ഞാൽ പ്രകാശം, അപ്പോൾ ദൈവം എന്ന് പറഞ്ഞാൽ പ്രകാശ സ്വരൂപൻ എന്നാണ് അർത്ഥം. ഒരു ക്രിസ്ത്യാനിയോട് ആരാണ് നിങ്ങളുടെ ദൈവം എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ യേശുവാണ് അല്ലെങ്കിൽ ക്രിസ്തുവാണ് ഞങ്ങളുടെ ദൈവം എന്ന് പറയുന്നു. അതുപോലെ ഒരു ബുദ്ധമത വിശ്വാസിയോട് ബുദ്ധനെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് വഴികാട്ടിയായ ബുദ്ധനെ ഞങ്ങൾ ഈശ്വരനായി കാണുന്നു. അതുപോലെ ഇസ്ലാം ജനതയോട് മുഹമ്മദിനെ എങ്ങനെ കാണുന്നു എന്ന് ചോദിച്ചാൽ അള്ളാഹുവിനെ അറിഞ്ഞ മുഹമ്മദിനെ ഞങ്ങൾ നബിയായി കാണുന്നു, ദൈവത്തിൻ്റെ മഹാദൂതനായി കാണുന്നു എന്ന് പറയുന്നു. അതുപോലെ ഗുരുദേവനെയും നമ്മൾ ഈശ്വര സമമായി കാണണം. നമ്മുടെ ഗുരു വിശ്വഗുരുവാണ്, ജഗദ്ഗുരുവാണ്. ആ ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വളരെ വലുതാണ്. ഗു എന്ന് പറഞ്ഞാൽ അന്ധകാരം, രു എന്ന് പറഞ്ഞാൽ നിരോധിക്കുന്നത്. അന്ധകാരത്തെ നിരോധിച്ചാൽ അവിടെ എന്താണ്? പ്രകാശം. അപ്പോൾ ഗുരു എന്ന വാക്കിന്റെ അർത്ഥം പ്രകാശ സ്വരൂപൻ എന്നാണ്. ഗുകാര അന്ധകാരച്ച രുകാരസ്ഥ നിരോധക അന്ധകാര വിനാശിത്വാത് ഗുരുരിത്യ അഭിധീയതേ എന്നാണ് പറയുന്നത്. അതുപോലെ വേദാന്തത്തിൽ പറയുന്നുണ്ട്, അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമ എന്ന് പറയുന്നു. അജ്ഞാനമാകുന്ന തിമിരത്തിൽ നിന്നും വിജ്ഞാനത്തിൻ്റെ അറിവ് പ്രദാനം ചെയ്യുന്നവനാണ് ഗുരു. അതുപോലെ വേദാന്തത്തിൽ വീണ്ടും പറയുന്നു, ഗുരു പ്രത്യക്ഷ ദൈവതം, ഗുരു പ്രത്യക്ഷമായ ദൈവം തന്നെയാണ്. നമുക്കറിയാം, ഗുരു സാക്ഷാൽ പരംബ്രഹ്മ, ഗുരു ബ്രഹ്മം തന്നെയാകുന്നു, ഗുരു ഈശ്വരൻ തന്നെയാകുന്നു. അങ്ങനെയുള്ള ഗുരു നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ ഈശ്വരനാണ്. അങ്ങനെയുള്ള നമ്മുടെ ഗുരു പ്രത്യേകിച്ച് ഒരു മതം ഉണ്ടാക്കിയില്ല. യേശുവിനെ പോലെ, നബിയെ പോലെ അല്ലെങ്കിൽ ബുദ്ധനെ പോലെ പ്രത്യേകിച്ച് ഒരു മതം ഉണ്ടാക്കിയില്ല. എല്ലാവരും വർഗവർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നായി ജീവിക്കണം എന്നതായിരുന്നു ഗുരുവിൻ്റെ സങ്കല്പം. 1888 അരുവിപ്പുറം ശിവപ്രതിഷ്ഠയിലൂടെ ഗുരു നമുക്കത് കാണിച്ചു തരികയും ചെയ്തു. ആ പ്രതിഷ്ഠയ്ക്ക് ശേഷം ഗുരു ഇങ്ങനെ കുറിച്ചിരുന്നു, ജാതിഭേദ മതദ്വേഷമേതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് പറഞ്ഞു. ഈ സൂര്യന് കീഴിലുള്ള ഈ 7 ഭൂഖണ്ഡങ്ങളിലെ എല്ലാ ജീവജാലങ്ങളും യാതൊരു മതിൽക്കെട്ടുകളോ മനസ്സിൽ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ യാതൊരു വേലിക്കെട്ടുകളോ ഒന്നും കൂടാതെ ഒന്നായി ജീവിക്കണം എന്ന് ഗുരുദേവൻ ആഗ്രഹിച്ചു. ഗുരുദേവന്റെ ആ മാഹാത്മ്യം തിരിച്ചറിഞ്ഞ നമ്മുടെ തെക്കേ ഇന്ത്യയിൽ ജ്വലിച്ചു നിന്ന ശ്രീനാരായണ ഗുരുദേവൻ എന്ന സൂര്യൻ്റെ ആകർഷണ വലയത്തിൽപ്പെട്ട് ധാരാളം മഹാമുനിമാർ, വളരെ ഫേമസ് ആയിട്ടുള്ള പല ആളുകളും നമ്മുടെ തെക്കേ ഇന്ത്യയിലേക്ക്, ശിവഗിരിയിലേക്ക് ഒഴുകിയെത്തി നമ്മുടെ ഗുരുവിനെ കാണുവാനായി. മഹാത്മാഗാന്ധി പറഞ്ഞത്, ഗുരുവിനെ കാണുവാൻ സാധിച്ചത് എൻ്റെ ജീവിതത്തിലെ പരമഭാഗ്യമാണ് എന്നാണ്. അതുപോലെ ബംഗാളിലെ ഗുരുദേവ് എന്നറിയപ്പെടുന്ന ടാഗോർ പറഞ്ഞത്, നോ പേഴ്സൺ ഹു ഈസ് പാർ വിത്ത് ശ്രീനാരായണ ഗുരു ഇൻ ഹിസ് സ്പിരിച്വൽ അറ്റൈൻമെൻറ്റ്. ശ്രീനാരായണ ഗുരുവിൻ്റെ മുകളിലല്ല, ഒപ്പമിരിക്കാൻ പോലും യോഗ്യതയുള്ള ഒരു സന്യാസി വര്യനില്ല, ഒരു ഗുരു ശ്രേഷ്ഠനില്ല എന്ന് പറഞ്ഞു. സർ CP രാമസ്വാമി അയ്യർ പോലും പറഞ്ഞു, ഗുരുദേവൻ ഈശ്വരാവതാരം തന്നെ. ക്രിസ്ത്യൻ പാതിരിയായ CF ആൻഡ്രൂസ് പറഞ്ഞു, ഞാൻ ഈശ്വരനെ മനുഷ്യരൂപത്തിൽ കണ്ടു. നമ്മുടെ ചിന്നസ്വാമിയും മഹാകവിയും ഗുരുദേവന്റെ അരുമ ശിഷ്യനുമായ കുമാരനാശാൻ ഇങ്ങനെ പാടി, ആരായുകിലന്തത്വമൊഴി ചാതി മഹസിൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം. നമുക്ക് നേർവഴി കാട്ടിത്തരുന്ന ഈ ഗുരു തന്നെയാണ് നമ്മുടെ പരമമായ ദൈവം എന്ന് പറഞ്ഞു. ഇങ്ങനെ എത്രയെത്ര വിശേഷണങ്ങൾ, എത്രയെത്ര മഹാവര്യന്മാർ ഗുരുവിൻ്റെ ആ ഒരു മാഹാത്മ്യവും പ്രാധാന്യവും എല്ലാം തിരിച്ചറിഞ്ഞു. ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കതെല്ലാം മനസ്സിലാകും.
നമ്മളും ഒരുപാട് വിശേഷണങ്ങൾ ചാർത്തിക്കൊടുക്കാറുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ നവോത്ഥാന നേതാവ്, സാമൂഹ്യ പരിഷ്കർത്താവ്, കവി, ചിന്തകൻ, മഹാദൂതൻ, ദൈവം, അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ. എന്നാൽ ഇതെല്ലാം ചേർന്നതാണ് ഗുരുദേവൻ എന്ന സത്യം. ഒരു 6 പടിയുള്ള ഒരു കുളം, അതിൽ വെള്ളമുണ്ട്. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു അതിൽ വെള്ളം, രണ്ടാമത്തവൻ പറഞ്ഞു ജലം, മൂന്നാമത്തവൻ പറഞ്ഞു വാട്ടർ, നാലാമത്തവൻ പറഞ്ഞു തണ്ണി, അടുത്തവൻ പറഞ്ഞു പാനി, അടുത്തവൻ പറഞ്ഞു തോയം. ഇതെല്ലാം ഒന്ന് തന്നെയല്ലേ? അപ്പോൾ ഈ ഗുരു എന്ന് പറഞ്ഞത് എന്തൊക്കെ വിശേഷണങ്ങൾ നമ്മൾ ചാർത്തിക്കൊടുത്താലും ഇതെല്ലാം ചേർന്നതാണ്, ദൈവ സമാനമാണ് നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ. അങ്ങനെ നേരത്തെ പറഞ്ഞു വന്നത് 1888 അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തി. അതായത് തപസ്സിലൂടെ ഗുരുവിന് കിട്ടിയ ആത്മജ്ഞാനം അത് മറ്റുള്ള ജനങ്ങളിലേക്ക്, സാധാരണക്കാരായ ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കുവാനായി, അവരെ സാമൂഹികമായും ഭൗതികവുമായും ഒന്ന് ഉദ്ധരിക്കുവാനായിട്ടായിരുന്നു ഗുരു അക്ഷീണം പ്രവർത്തിച്ചിരുന്നത്. അങ്ങനെ 1903 SNDP യോഗം സ്ഥാപിക്കുന്നു. അതിൻ്റെ ലക്ഷ്യം നമുക്കറിയാം, സംഘടിച്ച് ശക്തരാകണം, നമ്മുടെ ഇടയിൽ ഒരു സംഘടന വേണം, ഒരു സംഘടന ബലം വേണം എന്ന് ഗുരു ആഗ്രഹിച്ചു. അതിനുശേഷം 1904 ശിവഗിരി മഠം സ്ഥാപിക്കുന്നു. പിന്നീട് കേരളം, കർണാടക, സിലോൺ അങ്ങനെ തുടങ്ങി പല ദേശങ്ങളിലായി ഒരുപാട് വിദ്യാലയങ്ങളും ആശ്രമങ്ങളും നിശാ പാഠശാലകളും എല്ലാം സ്ഥാപിക്കുന്നു. ഒരു മനുഷ്യൻ ആധ്യാത്മികമായും ഭൗതികവുമായും ഉന്നതിയിൽ എത്തുന്നതിന് എന്തൊക്കെ വേണോ അതെല്ലാം ഗുരു നമുക്കായി പ്രദാനം ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഒരു സ്കൂളിൽ പോയി പഠിക്കുന്നു, ഒരു കോളേജിൽ പോയി പഠിക്കുന്നു, ഓഫീസിൽ ജോലി ചെയ്യുന്നു, അന്തസ്സായി പണിയെടുക്കുന്നു, ഒരു സംസ്കാരമുള്ളവനായിത്തീരുന്നു, അല്ലെങ്കിൽ ഒരു സംസ്കാരമുള്ളവളായിത്തീരുന്നു. ഇതിനെല്ലാം വഴിവെച്ചത് നമ്മുടെ ഗുരുവാണ്. നമ്മുടെ ഗുരുവാണ് നമുക്ക് ഇതിനെല്ലാം ഉള്ള ഒരു സഹായം അല്ലെങ്കിൽ ഒരു നേർവഴി നമുക്ക് കാണിച്ചു തന്നത്. അതുകൊണ്ട് ഗുരുവിനെ നമ്മുടെ പരമഗുരുവായി, പരമദൈവമായി നമ്മൾ കാണേണ്ടതുണ്ട്. പിന്നീട് 1912 ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ നടത്തുന്നു. നമുക്കറിയാം, ശാരദാദേവി സരസ്വതി വിദ്യയുടെ ദേവതയാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകണം എന്ന് ഗുരു ആഗ്രഹിച്ചു. വിദ്യയുടെ പ്രാധാന്യം നമുക്കറിയാം. വിദ്യാധനം സർവധനാ പ്രധാനമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ന ചോരഹാര്യം ന ജരാജഹാര്യം ന ഭ്രാതൃഭാജ്യം ന ഛഭാരകാരി വേയേ കൃതേവർത്ഥതയേവ നിത്യം വിദ്യാധനം സർവധനാ പ്രധാനം ന ചോരഹാര്യം. ഒരു കള്ളന് പോലും മോഷ്ടിക്കുവാൻ സാധിക്കില്ല. ഒരു രാജാവിന് പോലും അതിൻ്റെ പങ്ക് കൊടുക്കണ്ട, കപ്പം കൊടുക്കണ്ട. ഒരു സഹോദരങ്ങൾക്കും അത് വീതിച്ചു കൊടുക്കണ്ട. ഇത് ചുമന്നുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. നമ്മൾ എത്രത്തോളം ആളുകൾക്ക് പകർന്നു കൊടുക്കുന്നുവോ അത്രത്തോളം നമ്മുടെ അറിവ്, നമ്മുടെ വിദ്യ പകരും, അത് വർദ്ധിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് വിദ്യാധനം സർവധനാ പ്രധാനം എന്ന് പറയുന്നത്. പിന്നീട് 1913 ആലുവ അദ്വൈതാശ്രമം സ്ഥാപിക്കുന്നു. 1924 ഏഷ്യയിലെ ഒന്നാമത്തതും അതുപോലെ ലോകത്തിൽ രണ്ടാമത്തതുമായ സർവമത സമ്മേളനം ഗുരുദേവൻ വിളിച്ചുകൂട്ടുന്നു. അതിൽ പറയുന്നു, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന് പറയുന്നു. പിന്നെ 1928 ആയപ്പോഴേക്കും ശ്രീനാരായണ ധർമ്മസംഘം സ്ഥാപിക്കുന്നു. ധർമ്മപ്രചാരണമായിരുന്നു അതിൻ്റെ ലക്ഷ്യം. അത് തൃശ്ശൂരിൽ വെച്ചായിരുന്നു. പിന്നീട് തൃശ്ശൂരിൽ നിന്നും കോട്ടയത്തേക്ക് എഴുന്നള്ളുകയുണ്ടായി. ആ ഒരു സമയത്ത് കോട്ടയത്തെ നാഗമ്പടം ക്ഷേത്രത്തിലെ ഒരു മാവിൻ ചുവട്ടിലിരുന്നു കൊണ്ട് 108 SNDP ശാഖകൾക്ക് സർട്ടിഫിക്കറ്റ് നൽകി അനുഗ്രഹിച്ചു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഗുരുവിൻ്റെ കുറച്ച് ശിഷ്യന്മാർ ഗുരുവിൻ്റെ അടുത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഗുരു, തീർത്ഥാടനത്തിന് ക്രിസ്ത്യാനികൾ വത്തിക്കാനിലും റോമിലും പോകുമ്പോൾ, ഇസ്ലാം ജനത മക്കയിലും മദീനയിലും പോകുമ്പോൾ, ഹിന്ദുക്കൾ കാശിയിലും തിരുപ്പതിയിലും ശബരിമലയിലും രാമേശ്വരത്തും പോകുമ്പോൾ അങ്ങയുടെ
അങ്ങയുടെ പരമഭക്തരായ ഞങ്ങൾക്ക് ഒരു തീർത്ഥാടന കേന്ദ്രം വേണം. അങ്ങ് ശിവഗിരിയെ ഒരു തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞു. ഗുരു പറഞ്ഞു, കൊള്ളാമല്ലോ, നല്ല ആശയം എന്ന് പറഞ്ഞു. ഗുരു ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകുന്നു. 10 ദിവസത്തെ വ്രതം നോക്കി മത്സ്യവും മാംസവും ഉപേക്ഷിച്ച് പഞ്ചശുദ്ധിയും പഞ്ചശീലങ്ങളും അനുഷ്ഠിച്ച് പീതാംബരധാരികളായി ശിവഗിരിയിൽ നമ്മൾ ചെന്നാൽ അത് ഗുരുവിന് വളരെ സന്തോഷമാണ്, സംതൃപ്തിയാണ്. ആ ശിഷ്യന്മാർ ഒന്നുകൂടെ പറഞ്ഞു, ഗുരു, ഞങ്ങൾ ശിവഗിരിയിലെത്തുമ്പോൾ ഗുരുവിൻ്റെ പ്രത്യക്ഷമായ സാന്നിധ്യം അവിടെ ഉണ്ടാകണം, ഗുരു എപ്പോഴും അവിടെ ഉണ്ടാകണം എന്ന് പറഞ്ഞു. ഗുരു ചോദിച്ചു, എന്നും? ഭക്തന്മാർ വിടാതെ പറഞ്ഞു, അതേ ഗുരു, എന്നും. ഞങ്ങൾ എന്നൊക്കെ അവിടെ വരുന്നോ ഗുരുവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകണം. എന്തായാലും ശരീരനാശം അല്ലെങ്കിൽ മഹാസമാധി സംഭവിക്കുമല്ലോ. ആ ഒരു അർത്ഥത്തിൽ ഗുരു ചോദിച്ചു, എന്നുമോ? അതേ ഗുരു, എന്നും വേണം. ഗുരു തൻ്റെ പ്രതിജ്ഞ നിറവേറ്റാൻ എന്ന വേണം. നമുക്കറിയാം, നമ്മൾ ശിവഗിരി തീർത്ഥാടനത്തിന് ലക്ഷക്കണക്കിന് ആളുകൾ അവിടേക്ക് ഒഴുകിയെത്തുമ്പോൾ എല്ലാവർക്കും ഗുരുദേവൻ്റെ ഒരു പ്രത്യക്ഷമായ സാന്നിധ്യം അനുഭവപ്പെടുന്നുണ്ട്. ആ ഒരു വേളയിൽ ഘോഷയാത്രയിൽ ഗുരുദേവൻ്റെ ദിവ്യമായ ചിത്രം കൊണ്ട് സമലകൃതമായ ആ റിക്ഷ ബ്രഹ്മചാരികളും സന്യാസികളും ചേർന്ന് വലിച്ചു കൊണ്ടുപോകുമ്പോൾ അവിടെ കൂടിയിരിക്കുന്ന എല്ലാ ജനങ്ങളും ഒരേ സ്വരത്തിൽ എപ്പോഴും പറയുന്നു, ഇതാ ഞങ്ങളുടെ ഭഗവാൻ, ഞങ്ങളുടെ ശ്രീനാരായണ ഗുരുദേവൻ ഇതാ എഴുന്നള്ളുന്നു എന്ന് പറയുന്നു. അങ്ങനെ കണ്ണില്ലാതെ കാണുകയും ചെവിയില്ലാതെ കേൾക്കുകയും മൂക്കില്ലാതെ മണക്കുകയും നാവില്ലാതെ രുചിക്കുകയും ചെയ്യുന്ന ചിത് പുരുഷനായി ഇന്നും നമ്മുടെ ശിവഗിരിയിലും ഈ ലോകമെമ്പാടുമായി നമ്മുടെ ഭക്തരുടെ എല്ലാം മുൻപിലായി ഗുരു പ്രകാശിച്ചു കൊണ്ട് തന്നെയിരിക്കുന്നു. അങ്ങനെ ശിവഗിരി തീർത്ഥാടനത്തിന് ഗുരു അനുമതി നൽകുന്നു. ഒരു ദിവസം വൈക്കത്ത് വെള്ളൂർ മഠത്തിൽ ഗുരുദേവൻ വിശ്രമിക്കുന്ന ഒരു സമയത്ത് ഗുരു തൻ്റെ ശിഷ്യരോടായി പറഞ്ഞു, നമുക്ക് തീരെ സുഖമില്ല എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ ചോദിച്ചു, എന്താണ് അസുഖം? ഗുരു പറഞ്ഞു, മൂത്രം ശരിക്കു പോകുന്നില്ല എന്ന് പറഞ്ഞു. ഗുരുവിൻ്റെ ശരീര വേർപാടിന് കാരണമായത് ഈ മൂത്ര തടസ്സമാണ്. നമുക്കറിയാം, മഹാപുരുഷന്മാർ അല്ലെങ്കിൽ മഹാവര്യന്മാർ ഇവർക്കെല്ലാവർക്കും ശരീര വേർപാട് അല്ലെങ്കിൽ മഹാപരിനിർവാണം, മഹാസമാധി ഇതെല്ലാം സംഭവിക്കും. അതിനെല്ലാം എന്തെങ്കിലും ഒരു കാരണങ്ങൾ നിമിത്തമായി വരാറുണ്ട്. കൃഷ്ണൻ സ്വർഗാരോഹണം നടത്തിയത് ഒരു വേടൻ്റെ അമ്പേറ്റാണ്. അതുപോലെ യേശുക്രിസ്തു കുരിശുമരണം സ്വീകരിച്ചു. അറേബ്യയിലെ മുഹമ്മദ് രോഗബാധിതനായി കിടന്നു, വിഷം കുടിച്ചുവെന്ന് ചിലർ പറയുന്നു. അതുപോലെ ദയാനന്ദ സരസ്വതി വിഷം കുടിച്ചു. അങ്ങനെ ഓരോരുത്തർ ശരീര വേർപാട് നടത്തുന്നത് ഓരോരോ മാർഗങ്ങളിലൂടെയാണ്. ഇവിടെ ഗുരുവിന് നിമിത്തമായത് ഈ മൂത്ര തടസ്സമാണ്. ഗുരു പറഞ്ഞു, ഒരു പുരുഷായുസ് മുഴുവൻ നാം ബ്രഹ്മചര്യം അനുഷ്ഠിച്ചു, അതുകൊണ്ടാകുമോ ഈ മൂത്ര തടസ്സം നമുക്ക് വന്നത്? ഗുരു തികഞ്ഞ ബ്രഹ്മചര്യം അനുഷ്ഠിച്ച ഒരു വ്യക്തി പ്രഭാവമായിരുന്നു. പ്രസിദ്ധനായ മാർ പൗലോസ് തിരുമേനി പറഞ്ഞു, ഞാൻ 2 ബ്രഹ്മചാരികളെ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ഒന്ന് യേശുക്രിസ്തു തൻ്റെ 32ാമത്തെ വയസ്സിൽ ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് കുരിശുമരണം സ്വീകരിച്ചു. എന്നാൽ നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ 73 വർഷക്കാലം ലംഘനമില്ലാത്ത ബ്രഹ്മചര്യമാണ്. അതനുഷ്ഠിച്ച ശേഷമാണ് സമാധിയായത്. കവികളെല്ലാം ഇങ്ങനെ പാടിയിരുന്നു, കാണുമാറാകണം കാണുമാറാകണം നാരായണ നിന്മേ കാണുമാറാകണം ബ്രഹ്മചര്യാവൃതം ജന്മേന സിദ്ധിച്ച നിർമ്മലാത്മാവിനെ കാണുമാറാകണം. അപ്പോൾ ഈ ബ്രഹ്മചര്യാവൃതം ജന്മേന സിദ്ധിച്ച ഒരു മഹാനുഭാവനാണ് ശ്രീനാരായണ ഗുരുദേവൻ. അങ്ങനെയുള്ള ഗുരു ഒന്ന് സങ്കല്പിച്ചാൽ ഈ നിസ്സാരമായ രോഗം മാറുമെന്ന് ശിഷ്യന്മാർക്ക് അറിയാമായിരുന്നു. ശിഷ്യന്മാർ പറഞ്ഞു, ഗുരു, അങ്ങൊന്ന് സങ്കല്പിക്കണം, അങ്ങൊന്ന് പ്രാർത്ഥിക്കണം, അങ്ങ് വിചാരിച്ചാൽ മാത്രമേ ഈ അസുഖം മാറുകയുള്ളൂ. ഗുരു പറഞ്ഞു,
ഈ ശരീരത്തിന് വേണ്ടിയോ? ഈ ശരീരം പോകുവാനുള്ള സമയമായി. ഗുരു അനേകം ആളുകൾക്ക് രോഗശാന്തി നൽകിയിട്ടുണ്ട്. കണ്ണില്ലാത്തവന് കാഴ്ചശക്തി നൽകി, സംസാരശേഷിയില്ലാത്തവന് സംസാരശേഷി നൽകി. നിന്റെ കുഷ്ഠം മാറട്ടെ എന്ന് പറഞ്ഞപ്പോൾ കുഷ്ഠം മാറി. കിടപ്പ് രോഗികളെ എഴുന്നേറ്റ് നടത്തിച്ചു. സമുദ്രജലം പോലും ശുദ്ധജലമാക്കി. അങ്ങനെ ഒരുപാട് അത്ഭുത പ്രവൃത്തികൾ നമ്മുടെ ഗുരു നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഗുരുവിന് ഒന്ന് ചിന്തിച്ചാൽ, ഒന്ന് സങ്കല്പിച്ചാൽ ഈ രോഗം മാറുമായിരുന്നു. ആ ഒരു അവസരത്തിൽ ഗുരുദേവൻ ഈ വിശ്രമിക്കുന്ന ഈ ഒരവസരത്തിൽ ശിവഗിരിക്കടുത്ത് ചിറയിൻ കീഴിൽ ഒരു ഭാഗീരഥി എന്നു പേരുള്ള 18 വയസ്സുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഈ പെൺകുട്ടി തളർന്ന കിടപ്പാണ്. ഡോക്ടർമാരെല്ലാവരും കൈയൊഴിഞ്ഞു. ഇനി മരണമേ ശരണമുള്ളൂ എന്ന ഒരവസ്ഥ. അപ്പോൾ കുറച്ചുപേർ പറഞ്ഞു, ശിവഗിരിയിൽ ഗുരുവുണ്ട്, ഒന്ന് കാണിച്ചു നോക്കൂ, എന്തെങ്കിലും മാറ്റം വന്നാലോ എന്ന് പറഞ്ഞു. അങ്ങനെ തളർന്നു കിടക്കുന്ന, വർഷങ്ങളോളം തളർന്നു കിടക്കുന്ന ഈ കുട്ടിയെ ഒരു മഞ്ചിനിലേറ്റി ശിവഗിരിയിലെത്തി. എന്നിട്ട് ഗുരു കിടക്കുന്ന ആ കട്ടിലിൻ്റെ സമീപം തറയിൽ കിടത്തി. ഗുരു ഒന്ന് നോക്കിയ ശേഷം കിണ്ടിയിൽ നിന്നും കുറച്ച് ജലമെടുത്ത് അവളുടെ മുഖത്തേക്ക് തളിച്ചു. എന്നിട്ട് പറഞ്ഞു, എഴുന്നേക്കൂ. ആ കുട്ടി എഴുന്നേറ്റു. തൊട്ടടുത്ത് പ്രസാദമുണ്ട്, അതിൽ ഒരു മുന്തിരിപ്പഴം ഉണ്ടായിരുന്നു. ആ മുന്തിരിപ്പഴം എടുത്ത് കഴിക്കാൻ പറഞ്ഞു. ആ കുട്ടി അത് കഴിച്ചു. എന്നിട്ട് പറഞ്ഞു, എഴുന്നേറ്റൊന്ന് നടക്കൂ എന്ന് പറഞ്ഞു. ആ കുട്ടി എഴുന്നേറ്റ് നടന്നു. ചുറ്റും കൂടിയവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, തങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഗുരു പറഞ്ഞു, കൂട്ടുപുരയിൽ പോയി ഭക്ഷണം കഴിക്കൂ. അവരെല്ലാവരും ഭക്ഷണം പോയി കഴിച്ചു. എന്നിട്ട് തിരിച്ചു വന്നു. ഇന്ന് പോകണ്ട, ഇവിടെ താമസിച്ചു കൊള്ളൂ, നാളെ പോകാം എന്ന് പറഞ്ഞു. അവരവിടെ താമസിച്ചു. പിറ്റേ ദിവസം ആ പെൺകുട്ടിയും എല്ലാവരും നടന്നുപോയി. പത്രമാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായിരുന്നു, വലിയ തലക്കെട്ടോടുകൂടി ഈ വാർത്ത വന്നു. ശ്രീനാരായണ ഗുരുദേവന്റെ സങ്കല്പം കൊണ്ട് തളർന്നു കിടന്ന ഈ പെൺകുട്ടി നടന്നു പോയിരിക്കുന്നു എന്ന്. ഒന്ന് ആലോചിച്ചു നോക്കണം. ശവസമാനമായി വന്ന ഈ പെൺകുട്ടി ശിവസമാനമായി ഇതാ നടന്നു പോകുന്നു. അങ്ങനെ എത്ര അത്ഭുതങ്ങൾ പറഞ്ഞാലും തീരില്ല. വേറൊരു ഉദാഹരണം ഓർത്തു പോവുകയാണ്. മൈസൂരിലെ കുദ്രോളിയിൽ ശ്രീ ഗോകർണനാഥ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാവേളയിൽ കൊരകപ്പയുടെ ക്ഷണപ്രകാരമായിരുന്നു ഗുരുദേവൻ അവിടേക്ക് എത്തിയത്. ആ പ്രതിഷ്ഠ നടത്തിയതിന് ശേഷം തൊട്ടടുത്ത് ഒരു പെൺകുട്ടി വന്നു നിന്നു. ആ പെൺകുട്ടിയോട് ഗുരു ചോദിച്ചു, എന്താണ് പേര് എന്ന് ചോദിച്ചു. ചുറ്റും കൂടി നിന്നവർക്കെല്ലാം ഒരു വിഷമം തോന്നി. കാരണം ജന്മന മൂകയായ ഒരു കുട്ടി. അപ്പോൾ ഗുരു താൻ കുടിച്ച പാൽക്കാപ്പിയിൽ നിന്നും ഏതാനും തുള്ളി പാൽക്കാപ്പി ആ കുട്ടിക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇനി പറയാമല്ലോ പേര്, ഇനി ഒന്ന് പേര് പറയൂ എന്ന് പറഞ്ഞു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ കുട്ടി പേര് പറഞ്ഞു. നിർത്താതെ സംസാരിച്ചു. ഞങ്ങൾക്കും ഒരു തുള്ളി പാൽക്കാപ്പി തരണേ എന്ന പ്രാർത്ഥനയോടെ അവിടെ കൂടിയിരുന്ന എല്ലാവരും ഗുരുവിൻ്റെ പാദം തൊട്ട് നമസ്കരിച്ചു. ഇന്നും ആ സംഭവത്തിൻ്റെ ഓർമ്മയ്ക്കായി ഇന്നും ആ ക്ഷേത്രത്തിൽ എല്ലാ ഞായറാഴ്ചയും പ്രസാദമായി കൊടുക്കുന്നത് പാൽക്കാപ്പിയാണ്. അതുപോലെ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയ്ക്ക് ശേഷം അമ്പലത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്തായി നിൽക്കുന്ന അവർണരായ ഒരു കൂട്ടം ജനങ്ങളെ കണ്ട് ഗുരുദേവൻ വിഷമിച്ചു. ഗുരു പറഞ്ഞു, എന്താണ് അവർ അവിടെ നിൽക്കുന്നത്? അവരോട് കടന്നു വരാൻ പറയൂ, അവരും ഒന്ന് ഭഗവാനെ കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ക്ഷേത്രത്തിലെ ആളുകൾ പറഞ്ഞു, അവർ പുലയരാണ് സ്വാമി, ഒരു വർഷം കഴിഞ്ഞോട്ടെ, എന്നിട്ട് നമുക്ക് അകത്ത് കയറ്റാം എന്ന് ഗുരുവിനെ സമാധാനിപ്പിക്കാനായി പറഞ്ഞു. നമ്മുടെ ഗുരു ആ നയനങ്ങൾ ഒന്ന് അടച്ചു തുറന്നു. ഇടിവെട്ടോട് കൂടിയ ഒരു മഴയാണ് അവിടെ സംഭവിച്ചത്. ഗുരു പറഞ്ഞു, ഒരു വർഷം കഴിഞ്ഞുവല്ലോ, ഇനി അവരെ അകത്ത് കയറ്റാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്പലത്തിൻ്റെ ആ മതിൽക്കെട്ടിന് പുറത്തായി നിൽക്കുന്ന എല്ലാ അവർണരായ ജനങ്ങളും അമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് ദർശനം നടത്തിയത് ഇന്നും നമ്മുടെ കേരള ചരിത്രത്തിലെ വഴിവിളക്കായ ഒരു സംഭവമാണ്. അതുപോലെ ഗുരുവിൻ്റെ ഒരു വാക്കോ സങ്കല്പമോ ഒരിക്കലും പാഴാവുകയില്ല. ഗുരുദേവൻ ഒരിക്കൽ കൊല്ലം ഗസ്റ്റ് ഹൗസിൽ വിശ്രമിക്കുന്ന ഒരു വേളയിൽ പുറത്തേക്ക് നോക്കിയപ്പോൾ പട്ടാളം മാർച്ച് ചെയ്യുന്ന ഒരു മൈതാനം കണ്ടു. ഗുരു പറഞ്ഞു, ഇവിടം നമ്മുടെ സ്ഥലമാണ്,
ഇവിടം ഒരു സരസ്വതി ക്ഷേത്രം ഉയരും എന്ന് പറഞ്ഞു. പിൽക്കാലത്ത് ഗുരുവിൻ്റെ പരമഭക്തനും ശിഷ്യനും കേരള മുഖ്യമന്ത്രിയും അതുപോലെ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയുമായ R. ശങ്കർ ഗുരുദേവൻ ഈ സ്ഥലത്തെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവിടെ SN കോളേജിന് തറക്കല്ലിട്ടു. കേരളത്തിലെ രണ്ടാമത്തെ വലിയ കോളേജും ഇന്ത്യയിലെ ഏറ്റവും നല്ല ഉന്നത വിദ്യാഭ്യാസം കൊടുക്കുന്നതുമായ നല്ലൊരു കോളേജാണ് SN കോളേജ്. അങ്ങനെ SN കോളേജിൻ്റെ പ്രവർത്തനവും അവിടെ പൂർത്തിയായി. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളും പല കാര്യങ്ങളും ഗുരുദേവൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഗുരുവിൻ്റെ പരമഭക്തനായിരുന്നു ഉള്ളൂർ. ആ ഉള്ളൂർ ഒരു ദിവസം ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഗുരു, ഈ ഒരു അവസ്ഥയിലും അങ്ങ് സാധുക്കളെ പ്രാണനം ചെയ്യുന്നു, സാധുക്കളെ രക്ഷിക്കുന്നു. അങ്ങേക്ക് ഒന്ന് സങ്കല്പിച്ചാൽ ഈ രോഗം മാറുകയില്ലേ എന്ന് ചോദിച്ചു. ഗുരു പറഞ്ഞു, ഈ ശരീരത്തിന് വേണ്ടിയോ? ഇത് നശിക്കാനുള്ളതാണ്, ഇത് പോകട്ടെ എന്ന് പറഞ്ഞു. ആ കവി നിരാശനായി മടങ്ങിപ്പോയി. അങ്ങനെ ഒരു ദിവസം ഇതേപോലെ ഗുരു വിശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരുപാട് ശിഷ്യഗണങ്ങൾ ഗുരുദേവൻ്റെ ചുറ്റിനും കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗുരുദേവൻ ഇരിക്കുന്ന ആ ചാരുകസേരയുടെ പുറകിലായി ഒരു ധർമ്മതീർത്ഥർ എന്ന് പറഞ്ഞ ഒരു ശിഷ്യനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻകാല നാമം എന്ന് പറയുന്നത് പരമേശ്വര മേനോൻ എന്നാണ്. അദ്ദേഹം തൃശ്ശൂർ ബാർ കൗൺസിലിൻ്റെ വക്കീലായിരുന്നു. പിന്നീട് ഗുരുദേവൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് ഗുരുദേവൻ്റെ ശിഷ്യനായി മാറി. അവിടുത്തെ ശിവഗിരി മഠത്തിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ധർമ്മതീർത്ഥ സ്വാമികൾ കുറച്ച് നീങ്ങി അങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ ഈ ധർമ്മതീർത്ഥ സ്വാമികൾ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഗുരു എത്ര ആളുകൾക്ക് സൗഖ്യം നൽകി, എത്ര അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ഇനി ഗുരുദേവൻ്റെ ഈ ദൈവിക സിദ്ധിക്ക് എന്തെങ്കിലും കുറവ് വന്ന് കാണുമോ? അതായിരിക്കുമോ ഈ അസുഖമൊന്നും മാറാട്ടെ എന്ന് ചിന്തിച്ചു. എന്നാൽ എല്ലാവരുടെയും മനസ്സ് വായിക്കുന്ന ശ്രീനാരായണ ഗുരുദേവൻ, നമ്മൾ എന്ത് മനസ്സിൽ വിചാരിച്ചാലും അത് ഗുരുദേവന് അറിയാം. ഗുരുദേവൻ പറഞ്ഞു, ബാക്കിലേക്കൊന്ന് നോക്കി, എന്നിട്ട് പറഞ്ഞു, ധർമ്മതീർത്ഥരെ ഇത് വരൂ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എന്താണ് ആലോചിക്കുന്നത്? നമുക്ക് അസുഖമാണെന്നാണോ? നമുക്കൊരു അസുഖവുമില്ല. ഈ അസുഖം ഇത് ശരീരത്തിൻ്റേതാണ്, നമുക്ക് യാതൊരു അസുഖവുമില്ല. നാം ഈ ശിവഗിരിയിൽ ഒരു യന്ത്രം സ്ഥാപിച്ചിട്ടുണ്ട്. ആ യന്ത്രം നിങ്ങളെല്ലാവരും ചേർന്ന് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം, നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കണം എന്ന് പറഞ്ഞു. നമുക്കറിയാം, ഒരു യന്ത്രം നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കണമെങ്കിൽ അതിന് ഓയിൽ ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ കടകടാന്നുള്ളൊരു സൗണ്ട് കേൾക്കും. അങ്ങനെ ആ യന്ത്രം പ്രവർത്തിപ്പിക്കാനുള്ള ചുമതല ശിവഗിരിയിലെ സന്യാസിമാർക്ക് മാത്രമാണോ? അല്ലെങ്കിൽ SNDP നേതാക്കൾക്ക് മാത്രമാണോ? ഇവിടെ കൂടിയിരിക്കുന്ന നമുക്കെല്ലാവർക്കും, ഈ ലോകമെമ്പാടുമുള്ള എല്ലാ ഗുരുഭക്തർക്കും അതിൻ്റെ കടമയുണ്ട്. കാരണം നമ്മുടെ ഉന്നമനത്തിനും നമ്മുടെ ഭൗതികമായ വളർച്ചയ്ക്കും വേണ്ടി ഗുരുദേവൻ അക്ഷീണം പ്രയത്നിച്ചിട്ടുണ്ട്. ഈ ഗുരു എന്ന് പറയുന്നത് നമ്മുടെ ദൈവമാണ്. നമുക്ക് കോളേജിലും സ്കൂളിലും എല്ലാം പോയി പഠിക്കാൻ സാധിക്കുന്നു, ഓഫീസിൽ പോയി ജോലി ചെയ്യാൻ സാധിക്കുന്നു. നമ്മൾ ഒരു സംസ്കാരമുള്ളവളായി ഇവിടെ ജീവിക്കുന്നുവെങ്കിൽ എല്ലാം ഗുരുദേവൻ്റെ കൃപാകടാക്ഷം ഒന്നുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഗുരുവിനെ നമ്മൾ ഈശ്വരനായി തന്നെയാണ് നമ്മൾ കാണേണ്ടത്. സഹോദരങ്ങളെ, ഒരു ദിവസം ഗുരു പറഞ്ഞു, കന്നി 5 നല്ല ദിവസം, അന്ന് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം. ഗുരുവിൻ്റെ കൽപ്പന എല്ലാവരും അനുസരിച്ചു. അങ്ങനെ ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗുരു പൂർണ്ണമായും ഭക്ഷണം നിർത്തി. തിളപ്പിച്ചാറിയ ജലം മാത്രമാണ് ഗുരു കുടിച്ചിരുന്നത്. ശരീരത്ത് മലം പോലും അവശേഷിപ്പിക്കാതെ വളരെ നിർമ്മലമായിട്ടാണ് ആ ശരീരം കാത്തു സൂക്ഷിച്ചത്. അസ്ഥിപഞ്ജരമായ ആ ശരീരത്തിൽ മുഖത്ത് നിറയെ താടിരോമങ്ങൾ നിറഞ്ഞു. അപ്പോൾ പുതിയ ഒരു ഷേവിംഗ് കത്തി വാങ്ങിച്ചു. ഒരു ക്ഷുരകനെ വിളിപ്പിച്ചു അതൊന്ന് ഷേവ് ചെയ്യാൻ. ഷേവ് ചെയ്ത ശേഷം ഗുരു ആ കത്തി അവന് തന്നെ സമ്മാനിച്ചു. അപ്പോൾ ഒരു ശിഷ്യൻ പറഞ്ഞു, സ്വാമി, നമുക്കത് എടുത്തു വയ്ക്കാമല്ലോ, ഇനിയും അത് നമുക്ക് എടുക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, ഇനി നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഗുരു തൻ്റെ സമാധി എവിടെയും പ്രഖ്യാപിച്ചിട്ടില്ല, പക്ഷേ പല സൂചനകൾ പലപ്പോഴായി നമുക്ക് നൽകുന്നുണ്ടായിരുന്നു. അതുപോലെ
ഗുരുവിൻ്റെ ശിഷ്യനായ ഡോക്ടർ പൽക്കുവിൻ്റെ മകൻ നടരാജഗുരു അമേരിക്കയിൽ ഉപരിപഠനത്തിനായി പോകുന്ന ആ ഒരു സമയം. അപ്പോൾ ഗുരു തന്നെയാണ് അതിനു വേണ്ടിയുള്ള ഫണ്ട് ശേഖരിക്കുന്നതിനെല്ലാം മുന്നിൽ നിന്നത്. അങ്ങനെ പോകുന്ന വേളയിൽ 2 പഴം പ്രസാദമായി നൽകിക്കൊണ്ട് നടരാജഗുരുവിനോട് ചോദിച്ചു, തമ്പി ഇനി എന്ന് വരും എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, 8 മാസത്തെ പഠനമാണല്ലോ സ്വാമി, അത് കഴിഞ്ഞിട്ടല്ലേ വരാൻ സാധിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, 3 മാസം കഴിഞ്ഞാൽ വരേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞു. ആ 3 മാസങ്ങൾക്ക് ശേഷമായിരുന്നു ഗുരുദേവൻ്റെ സമാധി. അങ്ങനെ പിന്നെയും ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ കന്നി 4 എത്തി. അന്ന് ഗുരുദേവൻ എടുത്തു വളർത്തി പഠിപ്പിച്ച നാനാജാതിയിൽപ്പെട്ട കൊച്ചുകുട്ടികൾ അവിടെ വന്നു, വരിവരിയായി വന്നു ഗുരുദേവൻ്റെ പാദം തൊട്ട് നമസ്കരിച്ച് അവർ നടന്നു പോവുകയാണ്. ആ കൂട്ടത്തിൽ ഈഴവനും പുലയനും നായരും ചാക്കോയും മുഹമ്മദും അങ്ങനെ നാനാജാതിയിൽപ്പെട്ട എല്ലാ മതത്തിൽപ്പെട്ട കുട്ടികൾ അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ഒരമ്മ പെറ്റ മക്കളെ പോലെ യാതൊരു വർഗവർണ്ണ മതവ്യത്യാസമില്ലാതെ അവർ നടന്നു നീങ്ങുന്നത് കണ്ടപ്പോൾ നമ്മുടെ ഗുരുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ജനിച്ചപ്പോൾ കരയാതിരുന്ന, പൊക്കിൾ കൊടി മുറിച്ചപ്പോൾ കരയാതിരുന്ന, എന്നാൽ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയപ്പോൾ ആനന്ദാശ്രുക്കൾ പൊഴിച്ച ആ ഗുരുദേവൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ വീണു. ഗുരു പറഞ്ഞു, നോക്കൂ നമ്മുടെ കുട്ടികളെ. ഗുരു ഇങ്ങനെയൊരു ലോകമാണ് സ്വപ്നം കണ്ടത്. എല്ലാവരും ഏകമായി, അല്ലെങ്കിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ യാതൊരു വ്യത്യാസങ്ങളുമില്ലാതെ നടന്നു പോകണം, അങ്ങനെ കഴിയണം. അതിൻ്റെ സ്ഫുരണങ്ങളാണ് ആ കുട്ടികളിലൂടെ ഗുരുദേവൻ കണ്ടത്. ഗുരുദേവന് വളരെ സന്തോഷമായി. അങ്ങനെ അടുത്ത ദിവസം വന്നു കന്നി 5. അന്ന് ഒരു ചാറ്റൽ മഴയുള്ള ഒരു ദിവസമായിരുന്നു. ഏകദേശം 10 മണിയോടുകൂടി ആ ചാറ്റൽ മഴ പര്യവസാനിച്ചു. പ്രകൃതിയിലെങ്ങും ഒരു ശോകമായ ഒരു അന്തരീക്ഷം. പക്ഷികൾക്കും മൃഗങ്ങൾക്കും എന്തെങ്കിലും ഒരു ദുസൂചനകൾ കിട്ടിയാൽ അതനുസരിച്ച് അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. അവരുടെ ശബ്ദവും പല രീതിയിലായി. പ്രകൃതിയിലെങ്ങും ഒരു ദുഃഖമായ ഒരു അന്തരീക്ഷം. പ്രകൃതിക്കെന്തോ ദുഃഖം താങ്ങാനാവാത്തതുപോലെ. അന്ന് ഗുരുദേവൻ്റെ കൽപ്പന പ്രകാരം എല്ലാവർക്കും ആഹാരം കൊടുത്തു. എല്ലാവരും വയറ് നിറച്ച് ആഹാരം കഴിച്ചു. എല്ലാവർക്കും സന്തോഷമായി, സമൃദ്ധിയായി. സമയം ഏതാണ്ട് 3 മണി കഴിഞ്ഞിരിക്കുന്നു. ഗുരു ഒരു ചെറിയ അവശത പ്രകടിപ്പിച്ചു. ആ ഗുരുവിൻ്റെ ദിവ്യ കളേബരത്തെ ചുറ്റും കൂടിയിരുന്ന ആ ശിഷ്യന്മാർ താങ്ങി പിടിച്ചു. അച്യുതാനന്ദ സ്വാമികൾ ഗുരുവിനെ പിടിച്ചു. ഗുരു പത്മാസനത്തിലിരുന്നു ജ്ഞാനമുദ്ര കൈക്കൊണ്ടു. ഗുരു തൻ്റെ ശരീരം മുഴുവൻ ഒരു ആത്മചൈതന്യം നിറച്ചു. മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി എന്നാണ് പറയുന്നത്. ഗുരു ആ ഒരു അവസരത്തിൽ പറഞ്ഞു, നമുക്ക് ഇപ്പോൾ നല്ല സുഖം തോന്നുന്നു, ഇപ്പോൾ ഒരു വേദനകളുമില്ല, നല്ല സുഖം തോന്നുന്നു. എല്ലാവരും ദൈവദശകം ആലപിക്കൂ എന്ന് പറഞ്ഞു. ആ ഒരു സമയത്ത് ധാരാളം ഗ്രന്ഥങ്ങൾ അവിടെ പാരായണം ചെയ്യുന്നുണ്ടായിരുന്നു. ജീവൻ മുക്തി പ്രഹരണമടക്കമുള്ള ഗ്രന്ഥങ്ങൾ ശിഷ്യന്മാർ വായിക്കുന്നുണ്ടായിരുന്നു. ഗുരു പറഞ്ഞപ്പോൾ ദൈവദശകം എല്ലാവരും ചേർന്ന് ആലപിച്ചു. ഗുരുവിന് ഏറ്റവും പ്രിയപ്പെട്ട ദൈവദശകം. ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ ഭവാപ്പിക്കോ രാവിവൻ തോണി നിൻപദം എന്ന് പറഞ്ഞ് പാടിപ്പാടി അവസാനം ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം എന്ന് പറഞ്ഞപ്പോൾ ഗുരുവിൻ്റെ നയനങ്ങളടങ്ങി. മഹാസമാധിയായി ഗുരു. ആ ഒരു സമയത്ത് അരുവിപ്പുറത്ത് ഗുരുവിൻ്റെ ഒരു മുൻകാല ശിഷ്യനുണ്ടായിരുന്നു, ഭൈരവൻ ശാന്തി. അദ്ദേഹം ഗുരുവിൻ്റെ ചിത്രത്തിൽ കർപ്പൂരാരാധന നടത്തുന്നുണ്ടായിരുന്നു. ഇന്നത്തേതുപോലെ അന്ന് നമുക്ക് ഫോൺ സൗകര്യങ്ങളൊന്നുമില്ലല്ലോ. പക്ഷേ ഗുരുവിൻ്റെ വേർപാട് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം താങ്ങാനാവാതെ അവിടെ വാവിട്ട് കരഞ്ഞു. അന്ന് രാത്രി തന്നെ ഗുരു അദ്ദേഹത്തിന് ദർശനം നൽകി എന്നാണ് പറയുന്നത്. നമുക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, ആത്മനാശം സംഭവിച്ചിട്ടില്ല, ശരീരനാശമേ സംഭവിച്ചിട്ടുള്ളൂ, നാം നിങ്ങളോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു.
അതുപോലെ അന്നത്തെ രാത്രി ഒരുപാട് ശിഷ്യന്മാർക്കും ഭക്തന്മാർക്കും ഗുരുവിൻ്റെ ദർശനം ലഭിച്ചു എന്നാണ് പറയുന്നത്. ക്രിസ്തു കുരിശുമരണം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. എന്നാൽ നമ്മുടെ ഗുരു ആ സമാധി കഴിഞ്ഞ് ആ രാവേറെ എത്തുന്നതിന് മുൻപേ തന്നെ തൻ്റെ ശിഷ്യന്മാർക്ക് ദർശനം നൽകി. പിന്നീട് കന്നിയാറ് പിറ്റേ ദിവസം അന്തരീക്ഷത്തിൽ 2 സൂര്യൻ്റെ തേജോഗോളം പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. ഈ 2 തേജോഗോളങ്ങളും അതിതീവ്രമായി ജ്വലിച്ച് ഒന്നായി തീർന്നു. അങ്ങനെ പല മാറ്റങ്ങളും പ്രകൃതിയിൽ സംഭവിച്ചു. തിരുവനന്തപുരം വാനനിരീക്ഷണ കേന്ദ്രത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗുരുവിൻ്റെ സമാധി അറിഞ്ഞ പലരും ഇങ്ങനെ പാടി: മരണമല്ലിത് മഹാസമാധിയെന്ന് അരുളിലോകരോടഖിലരോടേവം ഗുരുനാരായണ ഗുരുനാരായണ ഗുരുവരാജയ ഗുരുവരാജയ. യുക്തിവാദിയും അതുപോലെ ഗുരുവിൻ്റെ പ്രിയ ശിഷ്യനുമായ സഹോദരൻ അയ്യപ്പൻ അന്നനട വൃത്തത്തിൽ ഗുരുവിൻ്റെ വേർപാട് താങ്ങാനാവാതെ സമാധി ഗാനം എഴുതി. നമുക്കറിയാം: ജരാരുജാമൃതി ഭയമേശുദ്ധ യേശോ നിർവാണത്തെ അടഞ്ഞ സദ്ഗുരോ ജയ നാരായണ ഗുരു സ്വാമിൻ ദേവ ജയ ഭഗവാനേ ജയ ജഗദ്ഗുരോ. ഈ ജരയും രുചയും മരണവും എല്ലാം സാധാരണ മനുഷ്യരെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇതിനെയെല്ലാം അതിജീവിച്ച് കീർത്തി സംയുക്തമായ ഈ സമാധിയെ കൈവരിച്ച ഗുരുദേവ അങ്ങ് വിജയിച്ചരുളിയാലും എന്ന് പറയുന്നു. അതുപോലെ പിന്നെയും പാടുന്നു: വിമലത്യാഗമേ മഹാസന്യാസമേ സമതബോധത്തിൻ പരമപാഗമേ ഭുവന ശുശ്രൂഷ എഴുതും നിങ്ങൾ കേഴും നിദർശനം വിലയമാണ്ടുപോയി തൃകരണ ശുദ്ധി നിദർശനമായി പ്രതീതമാം ഭവൽ ചരിതം ഞങ്ങൾക്ക് ശരണമാകണേ 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 പരമസദ്ഗുരോ. അങ്ങനെ ഗുരുവിൻ്റെ ആ ദിവ്യമായ ജീവിതം നമുക്കെല്ലാവർക്കും ശരണമാകണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മളും ചെയ്യണം. ഒരു അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞ പോലെ, അതായത് ഗുരുദേവ സന്ദേശങ്ങൾ നമുക്ക് പ്രചരിപ്പിക്കാം. അതുപോലെ ഗുരുദേവ കൃതികളില്ലാത്ത ഭവനങ്ങളിൽ നമുക്കത് വാങ്ങിക്കൊടുക്കാം, സ്വന്തം വിലയ്ക്ക് അച്ചടിക്കാം. അതുപോലെ ഗുരുദേവ ചിത്രമില്ലാത്ത വീടുകളിൽ വാങ്ങിക്കൊടുക്കാം. ഇനി ശിവഗിരിയിൽ തീർത്ഥാടനത്തിന് പോകാൻ സാധിക്കാത്തവർക്ക് നമുക്ക് തീർത്ഥാടനത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാം. അങ്ങനെ നമുക്കായി ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സഹായങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുക. അതുപോലെ എല്ലാ ദിവസവും ഗുരുദേവനെ ഒന്ന് പ്രാർത്ഥിക്കുവാൻ, ഉപാസിക്കുവാൻ, ജപിക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തണം. ഗുരുദേവൻ്റെ കൃതികൾ പാരായണം ചെയ്യുവാൻ നാം സമയം കണ്ടെത്തണം. ഗുരു എപ്പോഴും നമ്മോട് കൂടെ തന്നെയുണ്ട്. ഗുരുദേവൻ്റെ ഓരോ കൃതികളും നമ്മൾ വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ അതിൻ്റെ ഗുണം നമുക്ക് തീർച്ചയായും ലഭിക്കും. ഓരോ കൃതിക്കും അതിൻ്റേതായ ഓരോ ഗുണങ്ങളുണ്ട്. ഇപ്പോൾ എന്ത് കാര്യം തുടങ്ങുന്നതിന് മുമ്പും വിനായകാഷ്ടകം നമ്മൾ ജപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് കാര്യമാണോ ചെയ്യാൻ പോകുന്നത് ആ തടസ്സങ്ങളെല്ലാം നീങ്ങിക്കിട്ടി അത് വിജയകരമായി കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഈ വിനായകാഷ്ടകം നമുക്കറിയാം, നമദേവ വൃന്ദം എന്ന് തുടങ്ങുന്നത്. അതിന് മൊത്തം മന്ത്രങ്ങളാണ്: ഓം നമദേവായ നമഃ, ഓം ശിവശ്രീമദിന്ദായ നമഃ. ഇങ്ങനെ മന്ത്രങ്ങൾ കൊണ്ട് കോർത്തിണക്കിയ വളരെ മനോഹരമായ കൃതിയാണിത്. അതുപോലെ തന്നെ സരസ്വതി ദേവിയെ പ്രകീർത്തിച്ചുകൊണ്ട് ഗുരു എഴുതിയത് ജനനീ നവരത്ന മഞ്ജരി.
ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശു തന്മതി മറന്ന്. ഇങ്ങനെ എത്ര മനോഹരമായിട്ടാണ് ഗുരു കൃതികൾ എഴുതി വച്ചിരിക്കുന്നത്. അതുപോലെ ഗുരുവിൻ്റെ അടുത്ത കൃതി ദേവി പ്രണാമ ദേവ്യാഷ്ടകം, അത് സരസ്വതി ദേവിയെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതിയതാണ്. ഈ കൃതിയെല്ലാം കുട്ടികളും നമ്മൾ മുതിർന്നവരെല്ലാം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും എല്ലാം കിട്ടുവാൻ സഹായിക്കുന്ന ഒരു കൃതിയാണ്. വാക്കുകളെ നാവിലിട്ട് നർത്തനം ചെയ്യിക്കുന്ന ഒരു മനോഹരമായ ഒരു കൃതിയാണ്. നമുക്കറിയാം, ശ്രീ ശിവേദി പരിപാലയേതി പരിപാലയേതി ജപമാലയാം, ശ്രീ ശിവേദി പരിപാലയേതി പരിപാലയേതി ജപമാലയാം, പാദഭക്തജനപാലനാധിക പരായണ ഭയഭയാപഹ ഭൂതമാനസ പുരാണ പൂരുഷ പുരന്ദരാദി പുരുപൂജിത സാധു സാധിന സരസ്വതി സകല സമ്പ്രദായ സമുദാഹൃത ശാദശാരദ ശശാങ്ക ശേഖര ശിവ ശിവ ശിവമുദീയതാം. ഇങ്ങനെ അതിമനോഹരമായ ഒരുപാട് കൃതികൾ കൂടി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കൃതികളെല്ലാം പഠിക്കുവാനും അറിയുവാനും നാം സമയം കണ്ടെത്തണം. ഞാൻ കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും വളരെ ക്ഷമയോടുകൂടി എല്ലാം കേട്ടിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ചെങ്കിലും കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിച്ചുവെങ്കിൽ എനിക്ക് വളരെ സന്തോഷം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഗുരുദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുദേവധർമ്മം വിജയിക്കട്ടെ. ലോക നന്മയ്ക്കായി ദിവ്യമായ ജീവിതം സമർപ്പിച്ച ഗുരുദേവൻ്റെ ആ ജീവിതത്തെ സംബന്ധിച്ചും മഹാസമാധിയെ സംബന്ധിച്ചും വളരെ ലളിതമായി വളരെ മനോഹരമായി ഒരു പ്രഭാഷണം ഇവിടെ നടത്തിയ ശ്രീമതി മീനു രാജനെ 1500 നമ്പർ SNDP ശാഖയുടെ പേരിലുള്ള ആദരവ് ഈ സന്ദർഭത്തിൽ നൽകുകയാണ്. അതിനുവേണ്ടി ശാഖാ സെക്രട്ടറി ക്ഷണിക്കുന്നു.